സഖി ഞാൻ വെറുമൊരു പാമരന പാട്ടുകാരൻ ഗാനലോക വീഥികളിൽ പേരുമാറ്റിടയൻ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരന പാട്ടുകാരൻ പ്രാണസഖി ആയിരം സ്ഥലം എത്തി. എഴുന്നേക്ക് ഡാ. ആ ഷൂ ഒക്കെ എടുത്തിടാൻ നോക്ക്. ഈ ഫോണൊന്നും വേണ്ടേ? ഇനി ആ ബാഗ് കൂടെ മറക്കണ്ട. അപ്പൊ ശരിയല്ലേ? ഓക്കെ. അല്ല, നീ എങ്ങനെ അറിഞ്ഞ എത്തിയ കാര്യം? ഓ, നീ ഒന്ന് വെച്ചിട്ട് പോയടാ മേരി, വെറുതെ മൂഡ് കളയാനായിട്ട്. ആ ശരി.
ഹലോ പറ. നിന്നെ എത്ര നേരമായിട്ട് വിളിക്കുക? നീ എന്റെ ഫോൺ എടുക്കാതെ. എന്തിനേ കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ കുറച്ച് തിരക്കാ. എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എവിടാന്ന് വെച്ചാ പറ, ഞാൻ അങ്ങോട്ട് വരാം. നീ വിളിച്ച കാര്യം എന്താന്ന് വെച്ച് പറ. കാണലൊന്നും നടക്കത്തില്ല. അതൊന്നും പറഞ്ഞ പറ്റുകയല്ല. അത്യാവശ്യം എനിക്ക് കണ്ടേ പറ്റുള്ളൂ. ഇല്ല ഞാൻ എന്റെ ഓഫീസിലോട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ റെഡി ആവുന്നേ ഉള്ളൂ. ഞാൻ നിന്നെ വിളിച്ചോളാം. പറ, നിന്റെ പ്രശ്നം എന്താ? എന്തിനാ എപ്പോഴും കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നാം നല്ല വർക്കിൻ്റെ പ്രഷർ, അതിൻ്റെ ഇടയ്ക്കാണ് അവളുടെ ഗുണം. എടാ നീ എന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നല്ല, ഞാൻ എന്ത് പറയാനാ? നീ വിളിച്ച കാര്യം എന്താന്ന് വെച്ചാൽ പറ. എടാ നീ വന്ന് നമ്മുടെ ചേട്ടനോട് കാര്യം സംസാരിക്കണം. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ നീണ്ടു പോകുന്നേ? എടി ഞാൻ പറഞ്ഞതല്ലേ, അത് ഉടനെ ഒന്നും നടക്കത്തില്ല. എനിക്ക് എൻ്റെതായ കുറച്ച് പ്ലാനിങ്സ് ഒക്കെ ഉണ്ട്. എന്ത് പ്ലാനിങ് എന്നാ? കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നീ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനി എനിക്ക് പറ്റത്തില്ല. എടി പുള്ളി, നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ഏത് നേരത്താണ് ഇതിനെയൊക്കെ എടുത്ത് തലേ വെക്കാൻ തോന്നിയത്? കോപ്പ്. ഇനി നീ എന്താന്ന് വെച്ചാൽ കാണിക്കും. എടാ നീ എന്നെ ഈ പറയുന്നേ? ഇത് നമ്മുടെ കുഞ്ഞല്ലേ? നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമുക്കിത് കളഞ്ഞേ പറ്റൂ. അതൊന്നും പറഞ്ഞ പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ ചേട്ടനെ വന്ന് കാണ്. അല്ല നീ നിന്റെ വീട്ടിൽ പറ. അതല്ലാതെ വേറൊന്നും നടക്കത്തില്ല. ഞാൻ എന്ത് പറയാനാ? നിന്നെ പോലെ തന്ത നള്ളയില്ലാത്തവരത്തെ എന്റെ വീട്ടുകാർ അംഗീകരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? എടി ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്ക് കുറച്ച് ക്യാഷ് അയച്ചു തരാം. ഞാൻ നിന്റെ ആവശ്യം പോലെ എടുക്കും. ഞാൻ നിന്നെ വിളിച്ചോളാം. മോഹം പെയ്തു ഞാനീ ജന്മം, ഞാനായി പെയ്യുന്നു, പിന്നിൽ വന്നു നീ, മുന്നിൽ കണ്ടു നാം.
മാത്രമായി നിന്നെ തേടി ഞാൻ ഈ ജന്മം. ആരും കാണാതെ കാണും വഴികളിൽ നീയായി മാത്രം നിന്നെ ഓർത്തു ഞാൻ ഈ നേരം. ഞാനും നീയും ഒന്നാകുമോ ഈ മനസ്സിൽ നീ മാത്രമാ. കണ്ടു നിന്നെയാൻ സ്വപ്നങ്ങളിൽ വർണ്ണങ്ങളായി ഞാൻ ഇരുളാകവേ. പല വർണ്ണങ്ങളിൽ ഞാനും നീയും ഒന്നാകുമോ മനസ്സിൽ നീ. ഏയ് ചേട്ടനത് അത്ര കാര്യമാക്കിയൊന്നുമില്ല. പണ്ട് തൊട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വന്നത് ചേട്ടനാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നെ ആര് നോക്കുന്നതും ചേട്ടന് ഇഷ്ടമല്ല. ഇനിയിപ്പോൾ നിൻ്റെ കാര്യം വരുമ്പോൾ എന്തായിരിക്കും? എന്താണെങ്കിലും ചേട്ടനെ പിടിച്ച് നോക്കി കയറ്റുമോ? നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. സൈമൺ എന്നാണോ ഇനി സൈക്കോ സൈമണാണോ? ആരാ? ഞാൻ അടൂർ സ്റ്റേഷൻ കോൺസ്റ്റബിൾ. ഈ സൈമന്റെ വീട് ഏതാ? ഇതിൻ്റെ അപ്പുറത്തെ വീടാ, പക്ഷേ അവിടെ ഇപ്പോൾ ആരുമില്ല. എന്നാ സാറേ കാര്യം? എവിടെ പോയി? അതറിയില്ല. ആ കൊച്ചിൻ്റെ മരണശേഷം അവിടെ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ആരുടെ മരണശേഷം? എന്താ പറ്റിയേ? അതാ സൈമൻ്റെ പെങ്ങള് സേറയ്ക്കൊരു പ്രേമം ഉണ്ടായിരുന്നു.
അതിൻ്റെ വയറ്റിലും ആക്കിയിട്ട് അതിനെ അവനങ്ങ് പറ്റിച്ചു. പെങ്ങളുടെ മരണശേഷം പയ്യനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അവർ അപ്പനും അമ്മയൊക്കെ? ആ പിള്ളേരുടെ ചെറുപ്പത്തിൽ തന്നെ അപ്പനും അമ്മയൊക്കെ മരിച്ചു പോയതാ. ചെറുപ്പം മുതലേ ആ ചെറുക്കനാണ് അവളെ നോക്കുന്നത്. എന്നാ സാറേ കാര്യം? ഈ സൈമൻ്റെ ഫോട്ടോ എല്ലാം കഴിഞ്ഞിട്ടോ? சார் ஆளை கன்ஃபார்ம் பண்ணிட்டோம். இறந்து போன சைமன் தான். ஓ, அப்போ அவங்க ஃபேமிலி? ഇല്ല സാറേ, അവർക്കങ്ങനെ ആരുമില്ല. இருக்குது ஒரே ஒரு தங்கச்சி தான். ஆனால் அவன் சூசைட் பண்ணிட்டோம். ஏதோ லவ் ஃபெயிலியர். പിന്നെ കൊച്ചിൻ്റെ മരണശേഷം ഒരു പയ്യൻ സൈമനെ കാണാൻ വന്നായിരുന്നു. யாரவங்க? எனி காண்டாக்ட்? അവൻ്റെ ഈ ഫോൺ കാണാൻ സാധ്യതയില്ല. ആ ചെറുക്കൻ ഒരു ഊമയായിരുന്നു. Simon, Psycho Simon, Psycho Simon, Psycho Simon, Simon, Simon. I'm gonna kill you. You're my enemy and you're the prime victim. I'm gonna kill you. You're my enemy and you're the prime victim. Yeah. Kalam idu kalam kali marum pratikaram. Neram idu neram kali kalam. Kalam idu kalam krali kalam. Pinninnu vannalum munninnu vannalum തീർക്കും നിന്നെ തീർക്കും നിന്നെ തീർക്കും Psycho Simon, Simon, Psycho Simon, Psycho